അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നല്ല സ്പൈസി ആയിട്ടുള്ള കൊക്കനട്ട് ചിക്കൻ കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങ അരക്കാതെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ചെറിയ ഉള്ളിയില്ലേ അതൊന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് സബോളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പും കൂടെ പാകത്തിന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഉള്ളി നല്ലോണം ഉണ്ട് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. കുറച്ചൊന്ന് ഇതായാൽ മതി. അതിൽ വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പച്ചമുളക് നടുകീറിയതും വേപ്പിലയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഒപ്പം ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ മുളക് എടുത്തിട്ട് ഒന്നിങ്ങനെ പൊടിച്ച് ചതച്ച പോലെ എടുത്തിട്ടുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ ഒപ്പം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി പാകത്തിൽ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതിൽ 1 ലിറ്റർ വെള്ളം, 1 കിലോ ചിക്കനാണ് ഈ അതിലേക്ക് എടുക്കുന്നത്. അതിന് പ്രകാരമാണ് ഈ അതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒപ്പം മല്ലിയിലും പുതിനയും കൂടെ ഞാൻ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പെരുംജീരകം, നല്ല ജീരകം കൂടെ പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കന് കഴുകി വരച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെക്കാം. അങ്ങനെ മൂടി വെച്ചിട്ടുള്ള ഇതൊരു ഏകദേശം ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളെ ചിക്കനൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമ്മളിതൊന്നിങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പാകത്തിന് വെന്തുണ്ട്. ഇനി അതിലേക്ക് ഒരു തേങ്ങ എടുത്ത് ചിരകിയിട്ട് ആ തേങ്ങ അരക്കാതെ തന്നെയാണ് ഇതിലേക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിയിട്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കാസർഗോഡുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അവരുണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ദോശയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ.